ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റിയൽമിയുടെ 13 Pro Plusൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 5G മൊബൈലാണ് കേട്ടോ. അതേപോലെ തന്നെ മോസ്റ്റ് റിലയബിൾ സ്മാർട്ട് ഫോൺ സർവീസ് പ്രൊവൈഡറാണ് റിയൽമി. നമുക്കറിയാം ഇപ്പോൾ തന്നെ റിയൽമിയുടെ ബെസ്റ്റ് സെല്ലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഫോണാണ് 13 Pro Plus 5G മൊബൈൽ. അപ്പോൾ ഇതിൻ്റെ വന്നിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബെസ്റ്റായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. 50 MP സോണിയുടെ OIS AI ക്യാമറ പ്ലസ് സോണി പെരിസ്കോപ്പ് OIS ക്യാമറ പ്ലസ് 32 MP സെൽഫി ക്യാമറ. അതേപോലെ തന്നെ 5G ചിപ്പാണ്. പിന്നെ വന്നിട്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ 12 GB റാമും 256 GB റോമും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് മൊബൈൽ, ഈ ഒരു പ്രൈസിന് വന്നിട്ട് ബെസ്റ്റ് മൊബൈലാണ് ഈ ഒരു മൊബൈൽ. ക്യാമറയൊക്കെ അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ സാംസങ് S24 അൾട്രാനേക്കാളും ബെസ്റ്റായിട്ടുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ക്യാമറയിലെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഒരു സേഫ്റ്റി ഗൈഡ് വന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ വാറണ്ടി ഇൻഫർമേഷൻ പ്ലസ് മൊബൈൽ ഫോണിൻ്റെ ഇൻഫർമേഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സർവീസ് ടൈംസ് ആൻഡ് വാറണ്ടി സർവീസസ് കാര്യങ്ങൾ, സെക്യൂരിറ്റി ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സേഫ്റ്റി ഗൈഡിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബാക്ക് കവർ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം വന്നിട്ട് ഒരു നല്ലൊരു കളറാണ്, ഒരു ഏകദേശം ഒരു ഗ്രേയിഷ് കളറാണ്. ഡാർക്ക് ഗ്രേ അല്ല, എന്നാൽ ലൈറ്റ് ഗ്രേ അല്ല, ആ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ഗ്രേ കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വന്നിട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ലൊരു സിലിക്കോൺ മെറ്റീരിയലാണ്, ഫ്ലെക്സിബിളാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഫോണിന് പെട്ടെന്നൊരു കവറൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ ഈ ഒരു കവർ യൂസ്ഫുള്ളാണ്. അതേപോലെ ഒരു സിം ഇജക്ടർ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫോണിൻ്റെ കൂടെ സിം ഇജക്ടർ ടൂള് വരുന്നുണ്ട്. പിന്നെ ഒരു റിയൽമിയുടെ ഒരു ക്വിക്ക് ഗൈഡ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിം ഇൻസേർഷനും കാര്യങ്ങളും ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ട് അവർ ഒരു ചെറിയൊരു ഗൈഡ് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു സ്റ്റിക്കറാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ അധികം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിക്കർ എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ യൂസ് ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൊബൈൽ. അപ്പോൾ മൊബൈൽ എടുക്കുന്നതിന് മുന്നേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജറും അതേപോലെ തന്നെ അഡാപ്റ്ററും വരുന്നുണ്ട്. C ടൈപ്പ് ചാർജറാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ കേബിൾ. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു കേബിൾ തന്നെയാണ്. വൈറ്റ് കളറാണ് കേട്ടോ. ഇത് വന്നിട്ട് 880 വോൾട്ട് ആണ്. ഈ ഒരു ചാർജർ വന്നിട്ട് ഫാസ്റ്റ് ചാർജറാണ്. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഫുൾ ചാർജ് ആക്കും, 100 ആക്കും. 80 വോൾട്ടാണ് കേട്ടോ. അപ്പോൾ ചാർജറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളത് തന്നെ ഏകദേശം നന്നായി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ വന്നിട്ട് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ്. അതായത് നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ ആ ഒരു എഡ്ജസ് കേർവ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ സൈഡും കാര്യങ്ങളൊക്കെ കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് ക്യാമറയുടെ ആ ഒരു പൊസിഷൻ വന്നിട്ട്. അത്യാവശ്യം നല്ല ഒരു ഭംഗിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ കളർ എന്ന് പറയുന്നത് മോണറ്റ് ഗോൾഡാണ്. ഒരു ഓഫ് വൈറ്റ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിലൊരു ഗോൾഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നല്ല എലഗൻറ്റ് ലുക്കാണ് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിട്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ. ഞാൻ ഓൾറെഡി ഫോൺ അൺബോക്സിങ് ചെയ്ത് അതിൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറേ ഇൻബിൽട്ടായിട്ട് കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഗൂഗിൾ പേ, ഇതൊക്കെ ഓൾറെഡി ഇൻബിൽട്ടായിട്ട് ഇവരിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസൊക്കെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലെടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. അടിപൊളി ഫോട്ടോ. നന്നായിട്ട് സൂം ചെയ്താലും നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു പിക്ചേഴ്സ്, നമ്മൾ എടുക്കുന്ന പിക്ചേഴ്സ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എനിക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വ്ലോഗ് എടുക്കാനും റീൽസൊക്കെ എടുക്കാനും നല്ല സൂപ്പർ ക്യാമറയാണ്. ഇപ്പോൾ സാംസങ് S24 Ultra ഒക്കെ അഫോർഡബിൾ അല്ലാത്തവർക്ക് ഈ ഒരു മൊബൈൽ ഫോൺ എന്തായാലും അഫോർഡബിളായിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും എനിക്ക് വന്നിട്ട് ഈ ഒരു ഫോൺ ഒരു ഗേൾസിന് ഈ ഒരു കളർ നല്ല സ്യൂട്ടബിളായിട്ട് മാച്ച് ആക്കും. അപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. ഇന്നലെ എടുത്ത മൂണാണ് കേട്ടോ, നല്ല ഫുൾ മൂണാണ്. അപ്പോൾ ഇത് ഞാൻ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് സൂം ചെയ്ത് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ മൂണിന് നോക്ക് നല്ല ക്ലിയറായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഫോണാണേ.